ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കാനായിട്ട് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇപ്രകാരം ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞങ്ങളോടുമായിട്ട് ബന്ധപ്പെടുവാൻ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലോ ഇമെയിലോ ഞങ്ങളെ അറിയിക്കുവാനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളോട് അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ധാരാളം ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കുമ്പോൾ അവർക്ക് വേണ്ടി നിരന്തരമായി ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കൾ ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ അവർ സന്നദ്ധരായിരിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചാൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. ഷാലോം മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലക്കാരുണ്ട്. അവരെയൊക്കെ ഓർത്തുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കണം എന്ന സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുന്നു. നിരന്തരമായി പല വിഷയങ്ങൾക്കായിട്ടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം മറുപടി നൽകുന്നു എന്നുള്ള സാക്ഷ്യങ്ങൾ ധാരാളം ആളുകൾ വിളിച്ചു പറയുന്നു. അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഹൃദയംഗമായി ദൈവത്തോട് നന്ദി കരേറ്റുകയും ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തിലധികമായി നമ്മൾ ചിന്തിച്ചു വരുന്ന പഴയ നിയമ ദേവാലയത്തെ സംബന്ധിച്ച് നമ്മൾക്ക് തുടർന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. പഴയ നിയമ ദേവാലയത്തിൻ്റെ നിഴലും പൊരുളുമായ ധാരാളം വിഷയങ്ങൾ നമ്മൾ ഈ നാളുകൾ ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം ഈ എപ്പിസോഡോടുകൂടി ഒരു പക്ഷേ അതിൻ്റെ ആ വിഷയങ്ങൾ അവസാനിക്കുമായിരിക്കും. എന്നാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ ധാരാളം ആളുകൾ ഈ വചനം അനുഗ്രഹമായിരുന്നു, പഴയ നിയമത്തിൽ ധാരാളം കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് അത് മുഖാന്തരമായി എന്ന് പ്രത്യേകിച്ച് പല ദൈവദാസന്മാർ ഞങ്ങളെ വിളിച്ചറിയിച്ചു. അത് ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനമായിരുന്നു. നിശ്ചയമായും ദൈവം അങ്ങനെയുള്ളവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രോത്സാഹനത്തിൻ്റെ എല്ലാ വാക്കുകൾക്കും നന്ദി. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ വാക്കുകൊണ്ട് ഞങ്ങളെ താങ്ങുന്നത്, അതുപോലെ തന്നെ മറ്റു വിധത്തിൽ സഹായിക്കുന്നത് ഒക്കെ വളരെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇതിനുവേണ്ടി ധാരാളം ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഇതിനെ പിന്നിൽ നിന്ന് സഹായിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഉള്ളവർക്കായി ദൈവത്തിന് നന്ദി കരേറ്റുകയും അവരോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം ഈ ദിവസങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പഴയ നിയമത്തിലെ പരിശുദ്ധമായ ദേവാലയ സമാഗമന കൂടാരം എന്നുള്ള വിഷയത്തിൽ നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. ദേവാലയത്തിൻ്റെ ചുറ്റുപാടും കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ലേവ്യരാണ് ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത്. ദൈവം എന്തുകൊണ്ട് ലേവ്യരെ തൊട്ടടുത്ത് കിടക്കുവാൻ അല്ലെങ്കിൽ പാളയമിറങ്ങുവാനായിട്ട് അനുവദിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ദൈവം ബാധയുണ്ടാകാതിരിക്കുവാൻ അഥവാ ക്രോധമുണ്ടാകാതിരിക്കുവാനാണ് ദൈവം പറഞ്ഞത് ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത് ആ ലേവ്യരായ ആളുകൾ വസിക്കണം. ചുറ്റുപാടും ജനം വസിക്കുവാനായി അല്ലെങ്കിൽ മറ്റു ഗോത്രങ്ങളിലെ ആളുകൾ അതിൻ്റെ പുറത്ത് വസിക്കുവാനായിട്ട് ദൈവം പറഞ്ഞു. അപ്പോൾ ജനത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു കൂട്ടരാണ് ലേവ്യർ എന്ന് നമ്മൾ ചിന്തിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മെ ഓരോരുത്തരെയും ദൈവം ലേവ്യരായിട്ടാണ് കണ്ടിരിക്കുന്നത്. അഥവാ പുറം ലോകത്തിനും അതുപോലെ തന്നെ ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥത അണയ്ക്കുവാൻ അഥവാ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പോരാടുവാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന് കൊലോസ് ലേഖനം അവസാനിപ്പിക്കുമ്പോൾ മറ്റൊരു ദൈവദാസനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. അവൻ എത്രമാത്രം ആത്മാവിൽ പോരാടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിന് ദൈവ സാക്ഷി എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഇനി അടുത്തതായിട്ട് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് ആ പാളയം ഇറങ്ങിക്കിടന്ന ആ ലേവ്യരിൽ തന്നെ
മൂന്ന് കൂട്ടം ജോലി ചെയ്യുന്ന ആളുകളായിട്ട് നമുക്കവിടെ പഠിക്കുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലും 46-ാം വാക്യത്തിലും, സംഖ്യാപുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിലും 46-ാം വാക്യത്തിലും 2 വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ യോദ്ധാക്കൾ എന്നുള്ളൊരു പ്രയോഗം കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് 47-ാം വാക്യത്തിലും 54-ാം വാക്യം വായിക്കുമ്പോഴും വേലക്കാർ എന്നുള്ളൊരു പ്രയോഗം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് 3-ാം അധ്യായത്തിന് 3-4 വാക്യങ്ങളിലും 38-ാം വാക്യത്തിലും, അതായത് സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റുപാടുമുള്ള പാളയമിറങ്ങിക്കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ആരാധനക്കാർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 കൂട്ടം ആളുകൾ ഈ തിരുനിവാസത്തിൻ്റെ അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ ചുറ്റും പാർത്തിരുന്നതായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. 3 കൂട്ടം ആളുകൾ. ഒന്നാമത് യോദ്ധാക്കളായ ആളുകളാണ്, രണ്ടാമതായിട്ട് വേലക്കാരായ ആളുകളാണ്, മൂന്നാമതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ആരാധനക്കാരായ ആളുകൾ. ഇങ്ങനെ ഈ 3 കൂട്ടം ആളുകളെയും പരിശോധിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 3 വിധത്തിലും വളരെ ഇത് ആപ്റ്റായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഈ 3 നിലയിലും വിശ്വാസി പ്രവർത്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഒന്നാമതായിട്ട് ഒരു യോദ്ധാവായിട്ട് അവൻ പ്രവർത്തിക്കണം. രണ്ടാമതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന അവനൊരു വേലക്കാരനായി പ്രവർത്തിക്കണം. മൂന്നാമതായിട്ട് അവനൊരു ആരാധനക്കാരനായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യോദ്ധാവ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന് പോരാട്ടമുണ്ട്. ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും വലിയ പോരാട്ടമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വിശ്വാസ ജീവിതത്തിലേക്ക് മുമ്പോട്ട് വരുമ്പോൾ അവര് യുദ്ധസന്നദ്ധരായിട്ട് പുറപ്പെട്ടു എന്ന് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അവര് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവര് മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുന്നത് അവർ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു എന്നാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു യോദ്ധാവാണ്. പൗലോസ് തന്റെ നിജപുത്രനായ തിമോത്തിയോസിനോട് പറയുന്നു, നീ നല്ല യുദ്ധസേവ ചെയ്യുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. നീ നല്ല ഭടനായി എന്നോടുകൂടെ സേവ ചെയ്യുക എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ആകുന്ന നല്ല കമാൻഡറിന്റെ കീഴിൽ നല്ല പടയാളികളായി യുദ്ധം ചെയ്യുവാനാണ് ഓരോ വിശ്വാസിയെയും ദൈവദാസന്മാരെയും ദൈവമക്കളെയും വിളിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോരാട്ടമുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ലോകത്തോട് നമുക്ക് ലോകവും അതുപോലെ തന്നെ ജഡം, പിശാച്, ഈ 3 കാര്യങ്ങളോട് പോരാട്ടമുള്ളതായിട്ട് വായിക്കുവാൻ കഴിയുന്നു. നമുക്കിവിടെ ശ്രദ്ധേയമായ കാര്യം, നമ്മൾ സാധാരണയായിട്ട് വിചാരിക്കും പിശാചിനോടാണ് നമുക്ക് പോരാട്ടം. അങ്ങനെയല്ല ദൈവവചനം പറയുന്നത്. പിശാചിനോട് ആണ് ആദ്യം നമുക്ക് പോരാട്ടമെന്നല്ല, പിന്നെയോ ലോകത്തോടാണ് പോരാട്ടം. ലോകം, ജഡം, പിശാച്, ആ കാറ്റഗറി പറയുമ്പോൾ, ആ 3 കാര്യങ്ങൾ പറയുമ്പോൾ ഒടുവിലാണ് പിശാചിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ വിചാരിക്കും പിശാചിനോട് നമുക്ക് നേരിട്ട് പിശാചിനോടാണ് ആദ്യം പോരാട്ടം. അങ്ങനെയല്ല ദൈവവചനം പറയുന്നത്. ലോകമാണ്. യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാനായിട്ട് കൊണ്ടുവന്ന് ആ ഉയർന്ന സ്ഥലത്ത് നിർത്തിയതിന് ശേഷം ദൈവത്തിൻ്റെ പുത്രനെ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അതിൻ്റെ മഹത്വത്തെയും കാണിച്ചു. അപ്പോൾ ആത്മാവിൽ തനിക്ക് വിവേചിച്ചറിയാനായിട്ട് കർത്താവിന് കഴിഞ്ഞു, ഇതെൻ്റെ നേരെയുള്ള ഒരു വലിയ പോരാട്ടമാണ്. ലോകത്തോടുള്ള ആകർഷണം, നിത്യതയ്ക്കായിട്ടുള്ള കാഴ്ചപ്പാടിന് പകരം ലോകത്തിലേക്ക് എന്നെ വഴിതിരിച്ച് ലോകത്തിലേക്ക് എൻ്റെ കാഴ്ചപ്പാടിനെ ലോകത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പരിശ്രമം ചെയ്യുന്ന ഏത് കാര്യങ്ങളും അത് ലോകത്തിൻ്റെ വഞ്ചനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതിനോടൊരു ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലേ നമുക്ക് ജയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ജഡത്തിൽ നമുക്ക് വലിയ പോരാട്ടമുണ്ട്. രാമലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഞാൻ പറഞ്ഞു വന്നത്,
നമുക്ക് ആമേൻ യോദ്ധാക്കളായി മാറാം, പോരാടി ജയിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന് 17-ാം വാക്യത്തിൽ വരുമ്പോഴും ജഡാഭിലാഷം ആത്മാവിലും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ശരിയായിട്ടുള്ള മൂലഭാഷയിലെ അർത്ഥം പിശാചിനോട് സർവ്വ ബലവും ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ കുറെ ആളുകളെല്ലാം കൂടെ നമ്മൾ പാർക്കുന്ന മുറിക്കകത്തേക്ക് തള്ളിക്കയറാനായി പരിശ്രമിക്കുമ്പോൾ സർവ്വ ബലവും എടുത്തുകൊണ്ട് ഈ കതവ് അങ്ങോട്ട് തള്ളിപ്പിടിച്ച് ആ റൂമിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുന്നത് പോലെ തന്നെ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ വിശ്വാസിയെ ദൈവത്തില് നിനക്കെതിരെ ഒരു പോരാട്ടമുണ്ട്. നീ പാളയം ഇറങ്ങി കിടക്കുന്ന ആളാണെങ്കിൽ ആമേൻ, ഇസ്രായേൽ പാളയത്തിൽ നീ യോദ്ധാവായിരിക്കണം എന്ന ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കൊരു യോദ്ധാവായി മാറാം. ദൈവത്തിന്റെ വചനം എഫെസ് ലേഖനം 6-ാം അധ്യായം വളരെ പരിചിതമായ ഒരു വാക്യമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിന്റെ ആമേൻ അധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട് പോരാട്ടമുണ്ട്. അതുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ ജീവിക്കുന്ന ദൈവത്തിന് അറിയാം, ഓരോ സ്ഥലങ്ങളിൽ പോരാട്ടം വരാം, ഓരോരോ ദേശങ്ങളെ ആധിപത്യം നടത്തുന്ന ദുഷ്ടവ്യാപാരങ്ങൾ കാണാം, ആമയെ സഭയ്ക്കെതിരെ പോരാടുന്ന ദുഷ്ടശക്തികൾ കാണാം, ഒരു രാജ്യത്തെ തന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ആത്മമണ്ഡലത്തിലെ ശക്തികൾ കാണാം. ഇതെല്ലാം വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ചു എന്നാണ് നമുക്ക് കൊലോസ്യർ 2-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിൽ പറയുന്നത്. അവൻ ആയുധവർഗം വെപ്പിച്ചു എന്നാണ്. നമുക്കറിയാം, പ്രാർത്ഥനയെ തടയുന്ന അന്തരീക്ഷത്തിലെ പോരാട്ട ശക്തികളെ കുറിച്ച് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവദാസനായ ആമേൻ ആ ദാനിയേലിന്റെ പ്രാർത്ഥനയെ മറുപടിയെ കൊണ്ടുവന്ന ദൈവത്തിന്റെ ദൂതനെ തടഞ്ഞു നിർത്തുവാൻ ഒരു പാർശ്വപ്രഭു സാത്താന്യ വ്യാപാരങ്ങൾക്ക് സാധിച്ചതായിട്ട് വചനം പറയുന്നു. അതുകൊണ്ട് പോരാട്ടമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമുക്കെതിരെ, ആത്മീയ ജീവിതത്തിനെതിരെ, അതുപോലെ തന്നെ തലമുറകൾക്കെതിരെ, ഭവനത്തിന് നന്മകൾക്കെതിരെ, ആരോഗ്യത്തിനെതിരെ, ആമേൻ കാഴ്ചപ്പാടിനെതിരെ, ഹല്ലേലൂയ ശരീരത്തിനെതിരെ, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ രംഗങ്ങൾക്കെതിരെ, വരുമാന മാർഗങ്ങൾക്കെതിരെ ഒക്കെ പോരാട്ടം വരുമ്പോൾ അതിന്മേൽ ജയമെടുക്കുവാൻ ഹല്ലേലൂയ ദൈവം നമുക്ക് ആമേൻ അഭിഷേകം തന്നിരിക്കുന്നു. അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ ദൈവം നമുക്ക് വചനം തന്നിരിക്കുന്നു. അതിന്മേൽ ജയമെടുക്കുവാൻ നമുക്ക് ആത്മാവിൽ പോരാടത്തക്കവണ്ണം അന്യഭാഷ തന്നിരിക്കുന്നു. ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സാത്താന്യ മണ്ഡലങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആത്മാവിൽ പോരാടി ടങ്സിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആത്മമണ്ഡലത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരം ഹല്ലേലൂയ പോരാടുന്നവരാണ് ആമേൻ യോദ്ധാക്കളായി ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആമേൻ തൻ്റെ ജനം അഥവാ പാളയം ഇറങ്ങിക്കിടക്കുന്നവർ. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അവരെ വേലക്കാർ എന്ന് സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിൽ വിളിച്ചിരിക്കുന്നു. അതിന്റെ 51-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, വേലക്കാരായ ആളുകൾ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായി വേല ചെയ്യുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട, ദേവാലയത്തിലെ വേലയ്ക്കായിട്ട് മാത്രം തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു കൊടുത്ത ആളുകൾ ഇന്നും പുതിയ നിയമസഭയിലും കർത്താവിൻ്റെ വേലക്കാർ എന്നുള്ള ഒരു പ്രയോഗം കാണുവാനായിട്ട് കഴിയും. യജമാനന് വേണ്ടി ഒരു അടിമയെ പോലെ വേല ചെയ്യുന്ന ഒരാൾ. നമുക്കറിയാം, ഡൂലോസ് എന്നുള്ളൊരു പദമാണ് ആമേൻ അടിമ എന്നുള്ളത് കൊണ്ട് വേദപുസ്തകത്തിൽ അർത്ഥമാക്കുന്നത്. അടിമ എന്നുള്ളത് കൊണ്ട് രണ്ട് വിധത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും, അല്ല പഠിക്കുവാൻ കഴിയും. ഒന്ന്, സാധാരണയായിട്ട് കൂലി വാങ്ങുന്ന ആളുകൾ അവര് ജോലിക്കാരാണ്, അവര് വേലക്കാരാണ്. കൂലി വാങ്ങിച്ച് അവരവരുടെ കാര്യത്തിനായിട്ട് പോകും.
എന്നാൽ ഒരു വീട്ടിൽ അടിമപ്പണി ചെയ്യുന്ന ഒരു യജമാനന് വേണ്ടി അടിമയായി വേല ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ജീവിതം, അതിനെ കണ്ടുകൊണ്ടാണ് വേദപുസ്തകം ഡൂലോസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഡൂലോസ് എന്ന വാക്കിന്റെ ആ പദത്തിന്റെ അർത്ഥം തന്നെ യജമാനന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവൻ, അടിമയായിരിക്കുന്നവൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും, കർത്താവിന്റെ വേലക്കാരെല്ലാവരും ഒരു യജമാനന് വേണ്ടി സേവ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. പൗലോസ് പറയുന്നു, ലോകത്തിൽ ഞാൻ എല്ലാം ചപ്പന്നും ചവറന്നും എണ്ണുകയാണ്. കാരണം എനിക്ക് ദൈവത്തിന് വേണ്ടി വേല ചെയ്യണം. എൻ്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ് എന്ന് പറയുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 58-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവദാസനായ പൗലോസ് പറയുകയാണ്, നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. വേലക്കാരായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു, വേലക്കാരായി ദൈവം വിളിച്ചിരിക്കുന്നു. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തരാത്മാവിൽ തരുന്ന കാഴ്ചപ്പാടിനനുസരിച്ച് വേലയിൽ ഉത്സുകരായി മാറുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വേലയിൽ മടിയോടുകൂടെ ഇരിക്കുന്ന സഹോദര, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി വേല ചെയ്യുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഉദാസീനതയോടെ ദൈവവേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറയുകയാണ്. കാരണം ഞാൻ പലർക്കും കടക്കാരനാണ്. ഞാൻ ആ സുവിശേഷ വേല ചെയ്യുന്നില്ലെങ്കിൽ, സുവിശേഷത്തിനായി എൻ്റെ ശബ്ദം ഉയർത്തുന്നില്ലെങ്കിൽ, സുവിശേഷത്തിനായി ഞാൻ ഓടുന്നില്ലെങ്കിൽ, സുവിശേഷത്തിനായി ഞാൻ എൻ്റെ ആരോഗ്യം കൊടുക്കുന്നില്ലെങ്കിൽ, എൻ്റെ സമ്പത്ത് കൊടുക്കുന്നില്ലെങ്കിൽ, എൻ്റെ സമയം കൊടുക്കുന്നില്ലെങ്കിൽ, ദൈവം എനിക്ക് തന്ന നന്മകളെ കൊടുക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ വീട് വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന നന്മകൾ, വാഹനങ്ങൾ എല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയായി മാറണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങയുടെ വേല ചെയ്യുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. റോമലേഖനം 15-ാം അധ്യായം എന്ന് പറയുന്നത് അവസാന അധ്യായങ്ങളോട് അടുക്കുകയാണ്. 16 അധ്യായങ്ങൾ മാത്രമേ റോമാലേഖനത്തിലുള്ളൂ എന്ന് നമുക്കറിയാം. 15-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്, ദൈവദാസനായ പൗലോസിന്റെ ആ കാഴ്ചപ്പാട്, ഞാൻ സകല ജാതികളെന്ന വഴിപാട് ദൈവത്തിന് അർപ്പിക്കാനായി പുരോഹിതനായി നിന്നുകൊണ്ട് ഞാൻ അത് അർപ്പിക്കുന്നെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ജാതികളെ കർത്താവിലേക്ക് തിരിക്കുമ്പോൾ, ജാതികളെ കർത്താവിലേക്ക് നേടുമ്പോൾ, അത് ദൈവസന്നിധിയിൽ താൻ ചെയ്യുന്ന വേല ഒരു വഴിപാടായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മൾ പഴയ നിയമത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് വിറക് വഴിപാട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വചനത്തിൽ പഠിക്കാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടിയുള്ള യാഗമായി തീരാനുള്ള വിറകുകൾ കൊണ്ടുവന്ന് ദേവാലയത്തിൽ സമർപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത, നമുക്ക് വേല ചെയ്യണം, കർത്താവിൻ്റെ വേല ചെയ്യണം. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുള്ള ആഗ്രഹമായിരിക്കട്ടെ. നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ദൈവ വേലയിൽ പങ്കാളികളാകുന്നു എന്ന് നമുക്ക് ശാന്തമായിട്ട് പരിശോധിക്കാം. മാത്രമല്ല, മൂന്നാമതായിട്ട് നമുക്ക് അവിടെ ഒരു കൂട്ടം ആളുകളെ കാണാൻ കഴിയുന്നത് ആരാധനക്കാരായ ആളുകളാണ്. 1 പത്രോസ് 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി മാറിയിരിക്കുന്നു. ആരാധനയ്ക്കായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ആമേൻ. റെവലേഷൻ ചാപ്റ്റർ 1:6, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന് 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, നിങ്ങളെ അവൻ രാജ്യവും അഥവാ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിയിരിക്കുന്നു എന്ന് പഠിക്കുവാനായിട്ട് കഴിയുന്നു. എഫെസ്യർ 2-ാം അധ്യായത്തിന് 19-ാം വാക്യം വായിക്കുമ്പോഴും അവിടെ കാണുവാൻ കഴിയുന്നു, നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് പുരോഹിതന്മാരായിട്ടാണ്. നിങ്ങൾ അതുകൊണ്ട് ഇനി അന്യന്മാരും പരദേശികളും അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആരാധനക്കാരുടെ ഒരു കൂട്ടം ദേവാലയത്തിന്റെ ചുറ്റുപാടും പാളയം ഇറങ്ങിക്കിടക്കുന്നു. 3 കൂട്ടം ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. 1, അവര് യോദ്ധാക്കളായിരിക്കണം. 2, അവർ വേലക്കാരായിരിക്കണം. 3-ാമതായിട്ട് ആരാധനക്കാരായിരിക്കണം. ദൈവജനമാകുന്ന നമ്മൾ ഓരോരുത്തരും
ഓരോരുത്തരും ദൈവത്തിൻ്റെ ആഗ്രഹം, ദേവാലയത്തിൻ്റെ ചുറ്റുപാട് നമ്മൾ അടുത്ത് കിടക്കുമ്പോൾ നമ്മൾ യോദ്ധാക്കളായി പോരാടണം, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവരായി മാറണം. മൂന്നാമതായിട്ട് പറയുന്നു, ദൈവത്തെ ആരാധിക്കുന്ന ആരാധനക്കാരനായിട്ട് മാറണം. നമ്മൾ ആരാധിക്കുന്നവരാണെങ്കിൽ ആർക്കും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ദുഷ്ടനായവൻ, പിശാചായവൻ പലപ്പോഴും നമുക്കെതിരെ അപവാദമോ ഒക്കെ ചെയ്തേക്കാം. എന്നാൽ നമ്മൾ മുട്ടുമടക്കി ആരാധിക്കുമ്പോൾ കാലാമത്തിൽ കിടക്കുന്ന കയ്യിൽ ചങ്ങലയുള്ള ദൈവത്തിന്റെ ദാസന്മാർ അർദ്ധരാത്രിയാണെന്ന് ചിന്തിച്ചില്ല, പുറം അടിച്ച് കീറപ്പെട്ടിരിക്കുമെന്ന് ചിന്തിച്ചില്ല, അവരുടെ കാലാമത്തിൽ കിടക്കുമെന്ന് ചിന്തിച്ചില്ല, കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്നില്ല, തടവുകാരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുന്നില്ല. അവർ പാടി ദൈവത്തെ ആരാധിക്കുവാനായി തുടങ്ങി. ആരാധനയിൽ വലിയ വിടുതലുണ്ട് പ്രിയമുള്ളവരെ. നിങ്ങൾ നിങ്ങളുടെ ആരാധന ആലയങ്ങളിൽ ഇടത്തും വലത്തും നിൽക്കുന്നവരെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാതെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയുന്നത് കാണാൻ കഴിയും, കെട്ടുകൾ പൊട്ടുന്നത് കാണാൻ കഴിയും, ആത്മമണ്ഡലത്തിൽ വാതിലുകൾ തുറന്നു വരുന്നത് കാണാൻ കഴിയും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ദൈവം വിളിച്ചു വരുത്തി നിങ്ങളുടെ കരങ്ങൾ തരുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ നാളുകളിൽ ആത്മാവിൽ ആരാധിക്കാം, സത്യത്തിൽ ആരാധിക്കാം, സ്തുതിച്ച് ആരാധിക്കാം, ദൈവ മഹത്വം കണ്ട് ആരാധിക്കാം, ദൈവത്തിന് വേണ്ടി കൊടുത്ത് ആരാധിക്കാം, നമ്മുടെ ശരീരങ്ങളെ വിട്ടുകൊടുത്ത് ആരാധിക്കാം, ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ആരാധനക്കാരായി മാറാം. ഒരാരാധനക്കാരനായിരുന്ന മൊർദെഖായിയുടെ അനുഭവം നമുക്കറിയാം. ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നു. അവന് വിരോധമായി ശത്രുവായവൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടി, പക്ഷേ അവൻ ഒരിക്കലും പരാജിതനല്ല. ആ ഹാമാന്റെ ഭാര്യയായ സേരസ് ഒരു കാര്യം പറഞ്ഞത് നമുക്ക് വചനത്തിൽ വായിക്കാൻ കഴിയുന്നു. അവൻ ഒരു ആരാധനക്കാരനാണെങ്കിൽ, അവൻ ദൈവത്തെ സ്തുതിക്കുന്നവനാണെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല എന്ന് പറയുകയുണ്ട്. അഥവാ ഇങ്ങനെയാണ് അവൾ പറഞ്ഞത്, അവൻ ഒരു യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. അതൊരു സത്യമായിരുന്നു. നിങ്ങളൊരു ആരാധനക്കാരനാണെങ്കിൽ, നിങ്ങളൊരു ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഒരിക്കലും സാത്താന് പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം ആരാധിക്കുന്ന ദൈവവൈതലിന്റെ പ്രൊട്ടക്ഷൻ ദൈവമാണ് കൊടുക്കുന്നത്. ആരാധിക്കുന്ന ദൈവവൈതലിന്റെ പ്രൊവിഷൻ ദൈവത്തിൽ നിന്നാണ്. ആരാധിക്കുന്ന ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ മുട്ടുമടക്കുമ്പോൾ സാത്താൻ കിടുകിട വിറയ്ക്കാൻ തുടങ്ങും. ആമേൻ. ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവവചനം അറിയാം, ദൈവം സിംഹത്തിന്റെ വായെ തന്റെ ദൂതനെ ഇറക്കി അടയ്ക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. ആ വിധത്തിൽ ദൈവത്തോട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് ആരാധിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം 20 വയസ്സിന് മുന്നും 50 വയസ്സിന് ഇടയിലുള്ള ആളുകളെയാണ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തത്. എന്ന് പറഞ്ഞാൽ നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ ഉള്ള ആളുകൾ ദൈവത്തെ ആരാധിക്കുവാനായി തന്നോട് ഏറ്റവും അടുത്തു വരുവാനായിട്ട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം മുതൽ 50-ാം വാക്യം വരെ വളരെ കർശനമായി ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവരാരും യോദ്ധാക്കളാകാൻ പാടില്ല, അവർ ആരാധനക്കാരായി മാറണം. പുരോഹിതന്മാർ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം എന്ന് ദൈവം പറയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇനിയും നമ്മൾ ചിന്തിക്കുന്നത് ദൈവാലയ ശുശ്രൂഷയ്ക്കായി 3 മക്കളെ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. ലേവിയുടെ ഗോത്രത്തിൽ നിന്ന് ഗർശോന്യരായ ആളുകളെ, അതുപോലെ തന്നെ കെഹാത്യരായ ആളുകളെ, അതുപോലെ തന്നെ മെരാരി എന്ന് പറയുന്ന ആമേൻ ആ കൂട്ടത്തെ തിരഞ്ഞെടുക്കുന്നു. ലേവി ഗോത്രത്തിൽ നിന്ന് 3 കൂട്ടരെ തിരഞ്ഞെടുക്കുമ്പോൾ 1 ദിനവൃത്താന്തം അതിൻ്റെ 16-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലും ആമേൻ നമ്മൾ സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിന്റെ 3 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവരെ മറ്റ് ഗോത്രങ്ങളോടുകൂടെ കൂട്ടാതെ ദൈവം ഈ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുകയായിരുന്നു. ഗർശോന്യരുടെ ജോലി എന്തായിരുന്നു? ആമേൻ. അവര് അഹരോന്റെ മകനായ ഈഥാമാരുടെ ആമേൻ ആ ഹല്ലേലൂയ നോട്ടത്തിൽ തിരശീല, മൂടുവരി ഒക്കെ ചുമക്കുന്ന ജോലിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർക്ക് 2 വണ്ടി കൊടുത്തതായിട്ട് ആമേൻ പഠിക്കുവാനായിട്ട് കഴിയുന്നു. സംഖ്യാപുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തിരശീലയ്ക്കും മൂടുവിരിക്കും ഒക്കെ അവരാണ് ചുമക്കേണ്ടത്. അവർക്ക് ഹല്ലേലൂയ ദൈവം ആ കൊടുത്ത ശുശ്രൂഷ അതായിരുന്നു എന്ന് പഠിക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കെഹാത്യരായ ആളുകളുടെ ജോലികൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. സാക്ഷ്യപെട്ടകം ചുമക്കണം,
ആമേൻ. അതുപോലെ തന്നെ ഹല്ലേലൂയ ആ മേശ ചുമക്കണം. അതുപോലെ തന്നെ നിലവിളക്ക്, ധൂപപീഠം ഇവയൊക്കെ ചുമക്കുവാനായിട്ട് ദൈവം കൊടുത്തത് ഹല്ലേലൂയ ആ ജോലി കൊടുത്തത് കെഹാത്യർക്കാണ് എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ആമേൻ. അവിടെ സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിന്റെ 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ സാവകാശം ആ ഭാഗം ഒന്ന് ധ്യാനിക്കണം. വളരെ ആത്മീയ സന്തോഷങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കെഹാത്യർക്ക് ഒന്നും കൊടുത്തില്ല എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ കെഹാത്യരായ ആളുകൾക്ക്, സാക്ഷ്യപ്പെട്ടകം ചുമക്കുന്നവർക്ക്, നിലവിളക്ക് ചുമക്കുന്നവർക്ക് ഹല്ലേലൂയ ഒന്നും കൊടുക്കാതെ ആമേൻ ദൈവം അവരെ കൊണ്ട് ഹല്ലേലൂയ ആ വേല അവര് തോളിൽ ചുമക്കത്തക്കവണ്ണം കെഹാത്യരെ ദൈവം അതിനു വേണ്ടി വേർതിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ വൈതലി പലതും കിട്ടിയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നീ ഭാരപ്പെടണ്ട. ദൈവം നിനക്കൊരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. മെരാരിയരുടെ ജോലിയെ സംബന്ധിച്ച് വളരെ ഭാരമുള്ള ജോലിയായിരുന്നു. 4-ാം അധ്യായത്തിന്റെ സംഖ്യാപുസ്തകം 4:29 മുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഹല്ലേലൂയ അവര് സാക്ഷ്യപ്പെട്ടകം ചുമക്കണം. ഭാരമുള്ള വേലകൾ ദൈവം അവരെ ഏൽപ്പിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ ഇത്രയും നാൾ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. വളരെയധികം ഹല്ലേലൂയ ആമേൻ അനുഗ്രഹങ്ങൾ ഈ നാളുകളിൽ ദൈവം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വിഷയമായി നമുക്ക് ആമേൻ കാണാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.